ലൈവിൽ അനുമോൾ ആകെ തകർന്നിരിക്കുകയാണ്. അനീഷ് രാവിലെ വന്ന് പ്രപ്പോസ് ചെയ്തിട്ട് പോയി. അനുമോൾക്ക് അനീഷിനോട് ഒരു സുഹൃബന്ധം അല്ലെങ്കിൽ അനീഷിനെ ഒരു ചേട്ടനായിട്ടാണ് അനുമോൾ കണ്ടുകൊണ്ടിരുന്നത്. അതിൽ കവിഞ്ഞ് അനീഷിനോട് യാതൊരുവിധ അറ്റാച്ച്മെൻറ്റും അനുമോൾക്കില്ല. വേറൊരു രീതിയിലും അനുമോൾ അങ്ങനെ അനീഷിനെ പറ്റി ചിന്തിച്ചിട്ടില്ല. അപ്പോൾ അനീഷിനോട് അത് പറയണമെന്നുണ്ട്. പക്ഷേ അനീഷിനെ ഒരു രീതിയിലും വേദനിപ്പിക്കാതെ, അനീഷിൻ്റെ ഗെയിമിനെ പോലും ബാധിക്കാതെ അത് അനീഷിനോട് ഒന്ന് കൺവേ ചെയ്യണമെന്നുണ്ട്. അനീഷ് രാവിലെ കാണിച്ചത് വളരെ മോശമായി പോയി. അതായത് ഇഷ്ടമാണെന്ന് പറഞ്ഞതല്ല, ആർക്കും ആരോടും ഒരു ഇഷ്ടം തോന്നാം, അത് പറയുന്നതിലും തെറ്റില്ല. പക്ഷേ അനുമോളുടെ ഭാഗം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒറ്റയടിക്കങ്ങ് എഴുന്നേറ്റ് പോയി. അനീഷിന് ചിലപ്പോൾ മനോവിഷമം വന്നതുകൊണ്ടായിരിക്കാം, പക്ഷേ പ്രായത്തിൻ്റെ ഒരു പക്വത അവിടെ കാണിക്കേണ്ടിയിരുന്നു അനീഷിൻ്റെ ഭാഗം മാത്രമാണ് ചിന്തിച്ചത്. അനുമോളുടെ ഭാഗത്ത് നിന്ന് കൂടി ചിന്തിച്ചിരുന്നുവെങ്കിൽ അനീഷ് അങ്ങനെ എഴുന്നേറ്റ് പോവുകയില്ലായിരുന്നു. ഇപ്പോൾ ലൈവിൽ ആകെപ്പാടെ വിഷമിച്ച ഒരു കട്ടിലിരിക്കുകയാണ് അനുമോൾ. എന്ത് പറയണം, എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. ആദിലയുടെ നൂറയുടെ അടുത്തൊക്കെ ചോദിച്ചിരുന്നു ഞാൻ എന്താ പറയേണ്ടതെന്ന്. അനുമോൾക്ക് അനീഷിനോട് ഒരു സുഹൃബന്ധം അല്ലെങ്കിൽ ഒരു ബ്രദർലി റിലേഷൻഷിപ്പിൽ കവിഞ്ഞ് വേറൊരു ബന്ധവുമില്ല എന്ന് ഓൾറെഡി ആദിലയുടെ നൂറയുടെ അടുത്ത് പറഞ്ഞിരുന്നു. അത് ഡയറക്റ്റായിട്ട് തന്നെ അനീഷിൻ്റെ അടുത്ത് തുറന്ന് പറയാനാണ് അവർ പറഞ്ഞത്. അപ്പോൾ അത് അനീഷിൻ്റെ മനസ്സ് വിഷമിപ്പിക്കാതെ, അനീഷിൻ്റെ ഗെയിമിനെയും ബാധിക്കാതെ അതെങ്ങനെ പറയാമെന്ന് ചിന്തിച്ചിരിക്കുകയാണ് അനുമോൾ. ന്യൂസിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും